Hello students, in this video we'll discuss in detail about the principles of cooperation. In the previous video we have mentioned what are the principles of cooperation and the two stages of cooperative principles. The first stage, the principle developed by Rockdale pioneers in 1844, which was accepted by ICA in 1937, and the second stage principles, which was also recommended by redrafted by ICA with the help of Karvi committee in 1966. So this question to explain principles of cooperation is a sure question for your university examination. So please listen this video carefully. Voluntariness. നിങ്ങൾക്കറിയാം ഈ പ്രിൻസിപ്പിൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് വോളണ്ടറിനെസ്സിൻ്റെ അർത്ഥം. There should not be any compulsion from any side for a person to become the member of a cooperative society. If people have developed, എപ്പോഴും മാത്രമേ ഉള്ളൂ ഒരാളെ മെമ്പർ ആവാൻ സാധിക്കുള്ളൂ. If people have developed a firm conviction about the value of a cooperative society, they may become its members, otherwise they may refrain from its membership. അവർക്ക് ആ പ്രിൻസിപ്പിൾസിലൊക്കെ താല്പര്യം ഉണ്ടായിട്ട് ഇതിലാവണമെന്ന് അവർക്ക് സ്വമേധയാ തോന്നുകയാണെങ്കിൽ അവർ മെമ്പേഴ്സ് ആവുക. അതല്ലാതെ അവരാവാൻ പാടില്ല. അല്ലാത്തവർ, ഇതിനോട് താല്പര്യം ഇല്ലാത്തവർ അതിനകത്ത് മെമ്പേഴ്സ് ആവരുത്. അതർവൈസ് ദേ മേ റിഫ്രെയിൻ ഫ്രം ഇറ്റ്സ് മെമ്പർഷിപ്പ്. According to the principle of voluntariness, people would not be coerced into acquiring membership of the cooperative either by an individual or by a religious or social group or by the state or society. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കമ്പൽഷനുണ്ടോ, റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള കമ്പൽഷനുണ്ടോ ഒന്നും ഒരാളും ഇതിലേക്ക് വരാൻ നിർബന്ധിതരാവാൻ പാടില്ല. ഇറ്റ് നീഡ്സ് ടു ബി വോളണ്ടറി. ഇതാണ് വോളണ്ടറിനെസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ഡെമോക്രാറ്റിക്. ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും വൺ മാൻ വൺ വോട്ടാണ്, ഡെമോക്രാറ്റിക് ഫോമിലാണ് അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയും. ഇതിന് കൂടെ കുറച്ചും കൂടെ ഒരു ഫർദർ എക്സ്പ്ലനേഷൻ സേക്കിന് മെമ്പർഷിപ്പ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി is open to all those who wish to join it, provided that it is not contrary to the following conditions. കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. എല്ലാവർക്കും മെമ്പേഴ്സ് ആവാം, നമ്മൾ പറഞ്ഞു താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിൽ മെമ്പർ ആവാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണ് അതിൽ മെമ്പർ ആവാൻ സാധിക്കുക. ഫസ്റ്റ് വൺ ഇസ് ഹോമോജീനിറ്റി. They should have similar economic problems and should form part of a homogeneous group. അതായത് ഒരേ തരത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആവുക. സേ ഫോർ എക്സാമ്പിൾ, കുറേ കർഷകരും ഒരു ട്രേഡറും കൂടിയിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ പറ്റില്ല. ആ ട്രേഡർ അതൊരു ഹോമോജീനിയസ് ഗ്രൂപ്പിൽ പെടുന്ന ആളല്ല. കാരണം ഈ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം വിൽക്കുകയാണ് ട്രേഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ, കർഷകരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇയാൾ മെമ്പർ ആവുമ്പം അവിടെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റിനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അയാൾക്ക് മെമ്പർ ആവാൻ പാടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കണം കോപ്പറേറ്റീവ്സ് ഫോം ചെയ്യുന്നത്? അത് ഒരു സിമിലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരേ ഇക്കണോമിക് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർ, ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അവരാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവേണ്ടത്. അപ്പോൾ ഹോമോജീനിറ്റി, ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു സിമിലാരിറ്റി ഉണ്ടാവണം. അതാണ് ഇതിനകത്തുള്ള ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തത് എൻട്രൻസ് ഫീ ആണ്. ദ പേഴ്സൺ വില്ലിംഗ് ടു ജോയിൻ ദ കോപ്പറേറ്റീവ് ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു പേ ദ എൻട്രൻസ് ഫീസ് ആൻഡ് ഷെയർ കോൺട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ്സിനെ എയിം ചെയ്യുന്നത് വീക്കർ സെക്ഷൻ ഓഫ് പീപ്പിളിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാലും അതൊരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആയതുകൊണ്ടും അതിന് അതിൻ്റെതായ ഓൺഡ് ക്യാപിറ്റൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആക്ടിവിറ്റീസൊക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടും അവിടെ എന്തുണ്ട്, കോപ്പറേറ്റീവ്സിൽ മെമ്പർ ആവണമെങ്കിൽ നമ്മളൊരു എൻട്രൻസ് ഫീയും ഷെയർ കോൺട്രിബ്യൂഷനൊക്കെ കൊടുക്കണം. ഇത് കൊടുക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ കോപ്പറേറ്റീവിൽ മെമ്പർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഡെമോക്രാറ്റിക്, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്.
എൻട്രൻസ് ഫീ കൊടുക്കണം. എനിക്ക് മെമ്പർ ആവണം, പക്ഷേ ഫീ ഒന്നും തരാൻ പറ്റില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ഒരാൾക്ക് മെമ്പർ ആവാൻ സാധിക്കില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ ഒരാൾ ഒരു പെർട്ടിക്കുലർ വ്യക്തി മെമ്പർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ഫീ കൂട്ടി വയ്ക്കുക, ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൂട്ടി വയ്ക്കുക, അങ്ങനെ ചെയ്യാനും പാടില്ല. പക്ഷെ ആ മീഗർ എമൗണ്ട് എപ്പോഴും ഒരു ലോവർ റേറ്റ് ആണ് ഫിക്സ് ചെയ്യുക ആസ് പെർ ലോ. ആ ഫിക്സ് ചെയ്യുന്ന ലോവർ റേറ്റ് കൊടുക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ മെമ്പർ ആവാൻ സാധിക്കുള്ളൂ. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ഹോമോജീനിറ്റി. സെക്കൻഡ് ഇസ് entrance fee. The person who want to become the member of a cooperative society should be able to pay the entrance fees and share contribution. മൂന്നാമത്തത് extent of facility ആണ്. That is, a society may reject an application for membership if it cannot meet the requirements of the new entrants. ഒരു സൊസൈറ്റി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, അവിടേക്ക് ഒരാൾ മെമ്പർ ആവാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ മെമ്പറിനെ കൂടി ഉൾക്കൊള്ളാൻ ആ സൊസൈറ്റി എന്താണോ പേർപ്പസ് ഓഫ് ദ സൊസൈറ്റി അത് ഈ മെമ്പർക്ക് കൂടി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, അവിടെ മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കാം. ഇതിനെയാണ് എക്സ്റ്റെൻഡ് ഓഫ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് പ്രൊവൈഡ് ഹൗസിംഗ് ഫെസിലിറ്റി ടു ഓൾ ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ഹൗസിംഗ് കോപ്പറേറ്റീവിൽ ഞാനൊരു ദിവസം മെമ്പർ ആവാൻ വേണ്ടി പോകുന്നു. ബട്ട് ഇഫ് ദ സൊസൈറ്റി ഡസൻറ്റ് ഹാവ് place to build house or is not in a position to provide housing facility for me, for another new entrant, ഞാനെന്നല്ല വേറൊരു ന്യൂ എൻട്രൻറ്റിന് അത് കൊടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ, ഇഫ് ദ സൊസൈറ്റി കനോട്ട് എക്സ്റ്റെൻഡ് ദ ഫെസിലിറ്റി ടു ദ ന്യൂ മെമ്പർ, അപ്പോഴും ഇവിടെ എന്ത് ചെയ്യണമെന്നില്ല, യു നീഡ് നോട്ട് ഇൻക്ലൂഡ് ദാറ്റ് പേഴ്സൺ ഇൻ യുവർ മെമ്പർഷിപ്പ് കൊടുക്കണമെന്നില്ല. ദെൻ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി. An individual to be a member of a society should be able and willing to work for the society. He should have the capacity to accept the duties and responsibilities prescribed by the society. ഇത് നമ്മൾ ഒരാൾ മെമ്പർ ആവണമെങ്കിൽ ഹി ഷുഡ് ഹാവ് ദ വില്ലിങ്നെസ് ടു വർക്ക് ഫോർ ദ സൊസൈറ്റി. അല്ലാതെ സൊസൈറ്റിയിൽ ബെനിഫിറ്റ് കിട്ടട്ടെ വിചാരിച്ച് മെമ്പർ ആവുക, അതിനു വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളെ മെമ്പർ ആക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വില്ലിങ്നെസ്സും ഉണ്ടാവണം, എബിലിറ്റി ഉണ്ടാവണം. എബിലിറ്റി ഇൻ ദ സെൻസ് ദാറ്റ് ഇൻസെയിൻ ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ ഈ കോൺട്രാക്റ്റിൻ്റെയൊക്കെ കണ്ടീഷൻസ് പറയുന്ന പോലെയാണ്. ഇൻസെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഹീസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ക്യാരി ഔട്ട് ഹിസ് റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ ഒരാളെ പിടിച്ചിട്ട് കോപ്പറേറ്റീവിൽ മെമ്പറാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരാൾക്ക് ആ കോപ്പറേറ്റീവിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള വില്ലിങ്നെസ്സും അതിനുള്ള കാര്യപ്രാപ്തിയും ഉള്ള ആൾക്കാരാണ്. മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെയൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി ഇൻക്ലൂഡഡ് ആസ് മെമ്പേഴ്സ്. അപ്പോൾ ഇത്രയാണ് 4 കണ്ടീഷൻസാണ് നമ്മൾ ഒരു എല്ലാവർക്കും മെമ്പർ ആവാം എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് പറയുന്നത്. ഒന്ന് ഹോമോജീനിറ്റിയാണ്, ഒന്ന് എൻട്രൻസ് ഫീ, എബിലിറ്റി ടു പേ ദ എൻട്രൻസ് ഫീ ആൻഡ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനാണ്. ദെൻ എക്സ്റ്റെൻഡ് ഓഫ് ഫെസിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു വർക്ക് ഫോർ ദ സൊസൈറ്റി. ഇതിൻ്റെ കൂടെ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ. Democratic control refers to one man, one vote and the rule of majority in all matters of governance. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഡെമോക്രാറ്റിക് പറയുന്ന പ്രിൻസിപ്പിൾ കുട്ടികൾ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുക, വൺ മാൻ വൺ വോട്ട് എന്നുള്ളതാണ്. ജനാധിപത്യപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ ജനാധിപത്യ രീതിയിൽ എന്താണ്, ഇൻസ്പൈറ്റ് ഓഫ് ദെയർ ഷെയർ കോൺട്രിബ്യൂഷൻ അവർ ഓരോ അംഗങ്ങളെയും ഒരു ഈക്വലായിട്ട് കാണുക. അതാണ് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളത്. അയാൾ എത്ര പാവപ്പെട്ടവനായാലും എത്ര റിച്ച് ആയാലും അയാൾക്ക് ഒരു വോട്ടാണുള്ളത്. അതേപോലെ ഒരു കമ്മിറ്റിയാണ്, മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കമ്മിറ്റിയിൽ മെജോറിറ്റി ഡിസിഷൻ എന്താണോ വരുന്നത്, മെജോറിറ്റി ഷുഡ് പ്രിവെയിൽ. അപ്പോൾ 1-2 ആൾക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല, ആ കമ്മിറ്റിയിലുള്ള മെജോറിറ്റി ആൾക്കാർ എന്ത് അഭിപ്രായം പറയുന്നോ അതിനനുസരിച്ചാണ് അവിടുത്തെ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോവുക. ഇത്രയാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഇസ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമുക്കറിയാം, ഒരു മീഗർ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും മെമ്പേഴ്സ് ഇൻ ഓർഡർ ടു ബി എ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അതിന് അവർക്ക് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണം. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു ദാറ്റ് യു നീഡ് നോട്ട് പേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പക്ഷെ അത് പ്രാവർത്തികമല്ല. അപ്പോൾ പിന്നെ ആരും ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാവില്ല. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു ലിമിറ്റഡ് എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇത്
രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മോട്ടീവ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. അതേപോലെ എന്താ പറയുക, എന്നാൽ ആൾക്കാരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും വേണം ഒരു എക്സ്റ്റെൻഡ് വരെ. അതുകൊണ്ട് അവർക്കൊരു മീഗർ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുക. അതുകൊണ്ടാണ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. Capital is raised from the members in order to have funds for cooperative. Limited interest is only paid on capital contributed by members. This rate is determined at the time of sale of shares. ഇത് ഷെയർസ് വിൽക്കുന്ന സമയത്ത് തന്നെ തീരുമാനിക്കും ഇതിന് എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉള്ളതെന്ന്. ദിസ് പ്രിൻസിപ്പിൾ സേഫ് ഗാർഡ് ദ നോൺ പ്രോഫിറ്റ് ക്യാരക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നോൺ പ്രോഫിറ്റ് ക്യാരക്ടറിനെ കൂടെ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ പ്രിൻസിപ്പിൾ. അതായത് ലാഭം ഉണ്ടാക്കുന്നവർക്ക് എത്ര വേണമെങ്കിലും ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ലാഭമല്ല, ഒരു ചെറിയ മീഗർ എമൗണ്ട് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും അതിനനുസരിച്ചാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ദിസ് ഈസ് റിഗാർഡിംഗ് ദി പ്രിൻസിപ്പിൾ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നെക്സ്റ്റ് ഇസ് ഡിസ്പോസൽ ഓഫ് സർപ്ലസ്. ഡിസ്പോസൽ ഓഫ് സർപ്ലസിൽ the surplus of a society is distributed as follows. Provision is made for development of the society. Provision is made for common services. Some of the surplus is distributed among members. ഇപ്പോൾ ചുമ്മാ എല്ലാ എമൗണ്ടും ഇപ്പോൾ നമ്മുടെ കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, ഫിക്സഡ് പെർസെൻറ്റേജ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് ജനറൽ റിസർവിലേക്ക് മാറ്റേണ്ട പെർസെൻറ്റേജിന് ഡിഫറൻസ് വരുന്നുണ്ട്. 12% ആണെങ്കിൽ ഇത്ര, 12-ൻ്റെയും 15-ൻ്റെ ഇടയിലാണെങ്കിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയാണ് റിസർവിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ള കണക്കുണ്ട്. അതുപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും അവരുടെ സർപ്ലസ് മൊത്തമായിട്ട് മെമ്പേഴ്സിന് വീതിച്ചു കൊടുക്കാനൊന്നും സാധിക്കില്ല. അവിടെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും കോമൺ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെ തുക മാറ്റിവെക്കണം. റിസർവ്സിലേക്ക് മാറ്റിവെക്കണം, എഡ്യൂക്കേഷണൽ പർപ്പസസിന് മാറ്റിവെക്കണം. ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ തുക മാത്രമേ ഉള്ളൂ ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്യുള്ളൂ. But this is regarding the disposal of surplus, principle of disposal of surplus. Losses, ഇനിയിപ്പോൾ സർപ്ലസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ദിസ് പ്രിൻസിപ്പിൾ ഓൾസോ മെൻഷൻസ് അബൌട്ട് ദ ലോസ്. ലോസ് ഇൻകർ ചെയ്യുകയാണെങ്കിൽ ആ ലോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടത് റിസർവ്സിൽ നിന്നാണ്. നമുക്കറിയാലോ, നമ്മളെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അപ്പോൾ നഷ്ടം വന്നു കഴിഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് എടുക്കുക? ഈ കോഓപ്പറേറ്റീവ്സിൻ്റെ റിസർവ്സിൽ നിന്നാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സർപ്ലസ് ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഈ റിസർവ്സ് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്യൂച്ചർ പ്രോഫിറ്റിൽ ആ റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ലാഭം ഉണ്ടാകുമ്പം അത് റിസർവ്സിലേക്ക് മാറ്റണം, ദെൻ സൊസൈറ്റീൻ്റെ ഡെവലപ്മെൻറ്റ് മാറ്റണം, കോമൺ സർവീസസിന് വേണ്ടി മാറ്റണം. അങ്ങനെ നീക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് മാത്രമേ സർപ്ലസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ലോസ് ആണെങ്കിൽ അത് റിസർവ്സിൽ നിന്ന് മീറ്റ് ചെയ്യും, എന്നിട്ട് ഫ്യൂച്ചർ പ്രോഫിറ്റ്സിൽ നിന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ്. ഇതാണ് മോട്ടോ. നമ്മൾ ഈച്ച് ഫോർ ഓൾ, ഓൾ ഫോർ ഈച്ച് എന്ന് പറയുന്ന മോട്ടോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ഇസ് എ മോട്ടോ ഓഫ് കോഓപ്പറേറ്റീവ്സ്. All members work for the society and the society in turn is interested in the welfare of its members. ഇപ്പം നമ്മൾ ഡിസ്പോസൽ ഓഫ് സർപ്ലസ് എന്നുള്ള കോൺസെപ്റ്റിൽ കണ്ടു എന്താണ് സൊസൈറ്റീൻ്റെ ഡെവലപ്മെൻറ്റ്, കോമൺ സർവീസസിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ നീക്കി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോഓപ്പറേറ്റീവിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഹെൽപ്ഫുള്ളാണ്, അതേ കൂടെ തന്നെ സമൂഹത്തിനും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ. അതാണ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, തമ്മിൽ സഹായകരമായിട്ട് മാറുക എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ മുന്നോട്ട് വയ്ക്കുന്നത്. നെക്സ്റ്റ് ഈസ് പബ്ലിസിറ്റി. പബ്ലിസിറ്റി എന്ന് പറയുന്നത് എനി ഇൻഫർമേഷൻ അബൌട്ട് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നീഡ്സ് ടു ബി ഡിസ്ക്ലോസ്ഡ്. ഇതെല്ലാം രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ അവരുടെ ഓഡിറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് എല്ലാം വെളിപ്പെടുത്തേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞ കോമ്പറ്റീഷൻ നമ്മുടെ സ്ട്രാറ്റജീസൊക്കെ ഉണ്ടല്ലോ, കീ സക്സസ് ഫാക്ടേഴ്സൊക്കെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നും ഹൈഡ് ചെയ്യാനില്ല. പക്ഷേ ഇത് ഒരു കാര്യത്തിൽ നല്ലതാണ്, ആൾക്കാർ
people will be having trust in the cooperative society because each and every information അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിന് എത്ര ആസ്തിയുണ്ട്, ഇതെല്ലാം പബ്ലിക് ഇൻഫർമേഷനാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിന് മുകളിൽ ട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിസിറ്റി പറയുന്നു, എ കോപ്പറേറ്റീവ് ഷുഡ് ഡിസ്ക്ലോസ് എവറി ഇൻഫർമേഷൻ റിലേറ്റഡ് വിത്ത് ദ സൊസൈറ്റി ടു ദ പബ്ലിക്. ദിസ് ഹെൽപ്സ് ടു അട്രാക്ട് മോർ മെമ്പേഴ്സ് ടു ദ ഓർഗനൈസേഷൻ. അത് ട്രാൻസ്പാരൻസി ഉള്ളതുകൊണ്ടാണ്. നമുക്കൊന്നും ഹൈഡ് ചെയ്യുന്നില്ല. നമുക്കൊരു സ്ഥാപനത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പം നമുക്ക് അതിൻ്റെ ഭാഗമാവുന്നതിന് വിഷമമില്ല. മറ്റ് കുറച്ച് ഹിഡൻ ഫാക്ട്സ് ഉണ്ടാവും, ലാഭമൊക്കെ ഉണ്ട്, എന്താ പരിപാടി മനസ്സിലാവണില്ല എന്നാണെങ്കിൽ നമ്മൾ എന്തായാലും വിൽ ബി ഹെസിറ്റൻറ്റ് ടു ജോയിൻ ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ ട്രസ്റ്റ് നേടിയെടുക്കാൻ സാധിക്കും. പബ്ലിസിറ്റി പറയുന്ന പ്രിൻസിപ്പിൾ. ദെൻ ദ പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു റിലീജിയസ് അഫിലിയേഷൻസോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാർട്ടീനോടുള്ള ഒരു എന്താ പറയുക, ഒരു ചായ്വൊന്നും പാടില്ല കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. For preserving the unity and integrity of the society, it is necessary that the society should not align itself with any political party or religious body. അപ്പോൾ ആ ഇൻറ്റഗ്രിറ്റി യൂണിറ്റി ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എവിടെയും തൊടാതെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. മെമ്പേഴ്സ് ആർ പെർമിറ്റഡ് ടു ഹാവ് ദർ ഓൺ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് കൺവിക്ഷൻസ്. മെമ്പേഴ്സിനാവാം, അവർക്ക് ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഒരു കോപ്പറേറ്റീവിൽ മെമ്പറാവാം. അവരുടെ ഇൻഡിവിജ്വൽ താല്പര്യങ്ങളെ നമ്മൾ തൊടുന്നില്ല. പക്ഷേ സൊസൈറ്റിയുടെ വർക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ ഓർക്കുക. ദെൻ മെമ്പേഴ്സ് ആർ നോട്ട് ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ഓൺ ഗ്രൗണ്ട് ഓഫ് ദെയർ റിലീജിയസ് ബിലീഫ് ഓർ പൊളിറ്റിക്കൽ ഫിലോസഫീസ്. അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനും പാടില്ല. ഇയാൾ ഇതാ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഇയാൾക്ക് വോയിസ് ഇല്ല സൊസൈറ്റീൻ്റെ മീറ്റിങ്സ് ഒന്നും നടക്കുന്ന സമയത്ത്, അങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല. ഇതാണ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. ദെൻ ദ സൊസൈറ്റി ഷുഡ് നോട്ട് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പൊളിറ്റിക്സ് ഓഫ് ദ കൺട്രി. റിലീജിയസ് ഗ്രൂപ്പിൻ്റെ ഭാഗമാവാൻ പാടില്ല, രാജ്യത്തുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജീസിനൊന്നും ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പാടില്ല. ദെൻ റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് ഷുഡ് ടേക്ക് എഫേർട്സ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ്, വിച്ച് ഈച്ച് ആൻഡ് എവറി കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ നീഡ്സ് ടു ഫോളോ. ഇതിനകത്ത് അക്കോർഡിംഗ് ടു ICA ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്, എഡ്യൂക്കേഷൻ ടേക്ക് ദ ഫോളോയിങ് ഫോം. എങ്ങനെയൊക്കെയാണ്? എഡ്യൂക്കേഷൻ ഓഫ് മെമ്പേഴ്സ്, അതായത് ഇപ്പം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ ദ സൊസൈറ്റി, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓൺ വിച്ച് ദ സൊസൈറ്റി ഇസ് ഫങ്ഷനിങ് എന്നുള്ളതൊക്കെ മെമ്പേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, എഡ്യൂക്കേറ്റ് ചെയ്യണം. രണ്ടാമത്തത് എഡ്യൂക്കേഷൻ ഓഫ് ഓഫീസ് ബെയറേഴ്സാണ്. ഓഫീസ് ബെയറേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ പറഞ്ഞാൽ നമുക്കറിയാം മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. അപ്പോൾ ആ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ട പ്രൊഫഷണൽ സ്കിൽസ് ഒന്നും ടെക്നിക്കൽ സ്കിൽസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടാവില്ല സൊസൈറ്റിയിൽ മെമ്പറാവുന്നതും മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പർ ഒന്നാവുന്നതും. അപ്പോൾ അവർക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിഗാർഡിങ് ഹൗ ടു ഡീൽ വിത്ത് ആക്ടിവിറ്റീസ്, ഹൗ ടു മാനേജ്, ഹൗ ടു കൺട്രോൾ, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതും കോപ്പറേറ്റീവ്സിൻ്റെ പണിയാണ്. ആൻഡ് ദ തേർഡ് വൺ, എഡ്യൂക്കേഷൻ ഓഫ് പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ്. പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള എല്ലാവരുമാണ്. അപ്പോൾ എല്ലാവരുടെ ഇടയിലും സമൂഹത്തിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെയുള്ള എഫേർട്സ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. എന്നാൽ മാത്രമേ ഉള്ളൂ പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻസ് ആൻഡ് ദേ വിൽ ബി വില്ലിങ് ടു ജോയിൻ ദ കോപ്പറേറ്റീവ്സ്. അവരൊന്നുകിൽ എക്സിസ്റ്റിംഗ് കോപ്പറേറ്റീവിൽ ജോയിൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അവരുടേതായ പുതിയ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ഫോം ചെയ്യണമെങ്കിലോ ദേ ഷുഡ് ബി അവെയർ അബൌട്ട് വാട്ട് ഈസ് കോപ്പറേഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് പ്രിൻസിപ്പിൾ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ദേ ആർ ഗോയിങ് ടു ഗെറ്റ്. ഈ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിരിക്കണം. ഇതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇതിൽ പറയുന്നത്. ആൻഡ് അറ്റ്ലീസ്റ്റ്
2.5% of the surplus should be invested for improving educational standard of its members. ഞാൻ പറഞ്ഞല്ലോ, ആ സൊസൈറ്റി ഡെവലപ്മെൻറ്റിലേക്ക് പ്രൊവിഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ എന്തുകൂടെ വേണം, എഡ്യൂക്കേഷണൽ പർപ്പസസിന് 2.5% ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അടുത്ത പ്രിൻസിപ്പൽ ക്യാഷ് ട്രേഡിംഗ് ആണ്. ഇതാണ് റോക്ക്ഡെയിൽ പയനിയേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസിൽ അവരെ സക്സസ്ഫുൾ ആക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച പ്രിൻസിപ്പിൾ. പക്ഷേ അതേസമയം ചേഞ്ച്ഡ് സർക്കംസ്റ്റൻസസിൽ ഒട്ടും പാലിക്കാൻ പറ്റാത്ത പ്രിൻസിപ്പിളും ഈ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ബാക്കി എല്ലാ പ്രിൻസിപ്പിൾസിനും എന്ത് ചെയ്യാം, ഇപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ ക്യാഷ് ട്രേഡിംഗ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഇസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ് നൗ എ ഡേയ്സ്. ബിക്കോസ് ഈ ക്യാഷ് ട്രേഡിംഗ് പ്രിൻസിപ്പിൾ പറയുന്നു, the purchase of commodities on cash rather than on credit so that dues may not accumulate and the transactions may be completed at a particular point of time. അപ്പോൾ സൊസൈറ്റി എന്ത് പർച്ചേസസ് നടത്തുകയാണെങ്കിലും അതൊക്കെ ക്യാഷ് ബേസിസ് ചെയ്യണം. ക്രെഡിറ്റ് ബേസിസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് കടങ്ങളിങ്ങനെ പെരുകി സൊസൈറ്റിക്ക് ബാധ്യതയായിട്ട് വരും. അതേസമയം അതേപോലെ തന്നെ മെമ്പേഴ്സിനും ക്രെഡിറ്റ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ക്രെഡിറ്റ് പോളിസീസ്, ക്രെഡിറ്റ് ടേംസിൽ അല്ലാതെ ഉള്ള സപ്ലയേഴ്സിനെ കിട്ടാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എപ്പോഴും നമുക്ക് ക്യാഷ് ഡീലിങ്സ് എപ്പോഴും നടത്തണമെന്ന് സാധിക്കണം എന്നില്ല. ഇതൊക്കെ ഈ പ്രിൻസിപ്പിളിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓപ്പറേഷണൽ സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെടുത്തുന്നു. ദിസ് പ്രിൻസിപ്പിൾ ഇസ് നോട്ട് ഓപ്പറേഷണലി സിഗ്നിഫിക്കൻറ്റ് ഇൻ ദ ചേഞ്ച് സർക്കംസ്റ്റാൻസസ്. ആൻഡ് ദ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ആൻഡ് ദ 10th പ്രിൻസിപ്പിൾ ഇസ് ഗ്രോത്ത്. ഗ്രോത്ത് എന്നുള്ള പേര് നമുക്ക് പുതിയതായിരിക്കും, പക്ഷേ അതിനെ പറയുന്നത് കോപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയറായിട്ട് നമുക്ക് മനസ്സിലാവും. ഓൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഇൻ ഓർഡർ ടു ബെസ്റ്റ് സെർവ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഷുഡ് ആക്റ്റീവ്ലി കോപ്പറേറ്റ് വിത്ത് അതർ കോപ്പറേറ്റീവ്സ് അറ്റ് ലോക്കൽ, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ. അതായത് കോപ്പറേറ്റീവ്സിൻ്റെ ഉദ്ദേശം മെമ്പേഴ്സിനെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ മെമ്പേഴ്സിന് വേണ്ട സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണമെന്നാണ് പറയുന്നത്, ദേ ഷുഡ് കോപ്പറേറ്റ് വിത്ത് ലോക്കലിയുള്ള കോപ്പറേറ്റീവ്സ്, നാഷണൽ കോപ്പറേറ്റീവ്സ്, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ്സ്. ഇവരൊക്കെ ആയിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ മെമ്പേഴ്സിനെ ബെസ്റ്റായിട്ട് സെർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഗ്രോത്ത് പ്രിൻസിപ്പിൾ പറയുന്നത്. The coordinated efforts of the cooperatives help individual cooperative to expand and face stiff competition offered by joint stock companies. ഇങ്ങനെ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ഉണ്ടായാൽ, സഹകരണ സ്ഥാപനങ്ങൾ തമ്മിൽ സഹകരിച്ചാൽ അവർക്ക് വലിയ വലിയ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിനടുത്ത് പോലും കോമ്പീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും പറയാം, യു കോമ്പീറ്റ് വിത്ത് ദ അതർ ഫേംസ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ദ അതർ കോപ്പറേറ്റീവ്സ് എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ മുന്നോട്ട് വെക്കുന്ന ഫാക്റ്റ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മൾ കോപ്പറേഷൻ്റെ 10 പ്രിൻസിപ്പിൾസ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു ഇൻ ഡീറ്റെയിൽ. വളണ്ടറിനെസ് ആയാലും, ഡെമോക്രാറ്റിക് ആയാലും, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ആയാലും, ദെൻ ഡിസ്പോസൽ ഓഫ് സർപ്ലസ്, എല്ലാ എഡ്യൂക്കേഷൻ, ഗ്രോത്ത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്റ്റ് മീ. താങ്ക് യു.